കരൂർ ദുരന്തത്തിൽ സംഘാടകർക്കെതിരായ കേസിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. ഒളിവിൽ കഴിയുകയായിരുന്ന TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനാണ് അറസ്റ്റിലായത്. കേരളത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നതായാണ് റിപ്പോർട്ട്. അതേസമയം വ്യാജ പ്രചാരണ കേസിൽ TVK BJP നേതാക്കളും അറസ്റ്റിലായിട്ടുണ്ട്. അനുപമ ശ്രീദേവിയുണ്ട് വിവരങ്ങളുമായി. അനുപമ, ഇതിലിപ്പോഴാ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. ഇദ്ദേഹം കേരളത്തിലാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? അഖില, ഈ 41 നിരപരാധികളുടെ ജീവനെടുത്ത കരൂർ ദുരന്തത്തിൽ 48 മണിക്കൂറിനകം ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. TVKയുടെ ഈ പരിപാടിയുടെ പ്രധാന സംഘാടകനായിട്ടുള്ള TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾ ഈ ഒരു പരിപാടി ദുരന്തത്തിന് പിന്നാലെ തന്നെ ഒളിവിൽ പോയിരുന്നു. ഈ ഒളിവിൽ പോയത് കരൂർ അതിർത്തി വഴി കേരളത്തിലേക്ക് കടക്കാനുള്ള ശ്രമം നടന്നുവെന്നും ഈ ശ്രമത്തിനിടെ കരൂർ അതിർത്തിയിൽ നിന്ന് പിടികൂടിയെന്നുമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പറയുന്നത്. ഈ ഒരു കരൂരിലെ റാലിയുടെ പ്രധാന സംഘാടകരിൽ ഒരാളായിരുന്നു മതിയഴകൻ. ഈ ഒരു പരിപാടിക്ക് പിന്നാലെ തന്നെ ഇയാൾ ഒളിവിൽ പോയിരുന്നു. ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട് FIR പുറത്തു വന്നത്. സംഘാടകരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള FIR പുറത്തു വന്നത്. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇതിനുശേഷം സംഘാടകർക്കെതിരെയുള്ള നടപടി ആരംഭിക്കുകയാണ്. ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട സംഘാടകരായിട്ടുള്ള TVK ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ്, ജോയിന്റ് സെക്രട്ടറി CT നിർമ്മൽ കുമാർ എന്നിവരുടെയും അറസ്റ്റ് അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകും, അല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ വിജയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും പരിഗണനയിലാണുള്ളത്. അത് ജുഡീഷ്യൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടായിരിക്കും സർക്കാർ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു MK സ്റ്റാലിൻ മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പുണ്ടായിരുന്നു ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട അപവാദ പ്രചരണങ്ങൾ നിയന്ത്രിക്കണമെന്നുള്ളത്. ആ ഒരു നിയന്ത്രണത്തെ മറികടന്ന 3 നേതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നത്. TVKയുടെ 2 നേതാക്കളും BJPയുടെ ഒരു നേതാവിനുമെതിരെ അപവാദ പ്രചരണങ്ങളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. 41 പേരുടെ ജീവൻ ഇല്ലാതാക്കിയ ദുരന്തത്തിലാണ് ഇപ്പോൾ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അനുപമ ശ്രീദേവിയാണ് വിവരങ്ങൾ നൽകിയത്.